കോഴിക്കോട് നിപ്പ സ്ഥിരീകരിക്കുകയും അതിന്റെ പേരിൽ ജനം ആശങ്കയിലാകുന്ന സന്ദർഭത്തിൽ ജില്ലയിലെ ഒരു ജനപ്രതിനിധിയെ ചാനലിൽ കാണാനിടയായി. എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ കാണണ്ടേ? ദേ നോക്കിയേ. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊക്കെ ഫുഡൊക്കെ നോക്കാൻ പറ്റിയിരുന്നോ? പലരും മെലിഞ്ഞതും ആ സമയത്താണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ ഫാത്തിമയ്ക്ക്? ഞാൻ സംഭവം രാവിലെ 6 മണിക്ക് ഇറങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ കഴിക്കും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ആരെങ്കിലും കൊണ്ടു തന്നാൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ലഞ്ചില്ല, വൈകിട്ട് 5:30-6 മണി ആ സമയത്ത് എന്തെങ്കിലും കഴിക്കും. ഫുഡിനെ കുറിച്ചിട്ട് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് പിന്നെ കഴിക്കണം എന്നുള്ളൊരു നിർബന്ധം പിടിക്കാനോ ഒന്നും പറ്റാത്ത ഫുഡിയാണോ? നല്ല ഫുഡിയാ. നല്ല ഫുഡിയാണ്. കുറെ കഴിക്കല്ല, വ്യത്യസ്ത പിന്നെ വിഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടം. കണ്ടില്ലേ, ബ്യൂട്ടി കോൺഷ്യസും ഒപ്പം തന്നെ ഭക്ഷണത്തിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുകയാണ്. ജനം ആശങ്കയിൽ പോകുമ്പോൾ ഇങ്ങനെ തന്നെ വേണം. ലീഗ് വലിയ സംഭവ ബഹുലമായി പേരാമ്പ്രയിൽ അവതരിപ്പിച്ച വനിതാ രത്നമാണ്. അധികാരം കിട്ടിയതിന് ശേഷം അവർ ഇപ്പോൾ ഹെൽത്തൊക്കെ നോക്കി ഫുഡൊക്കെ കഴിച്ച് നടക്കുകയാണ്. ഞാൻ ഭയങ്കര ഫുഡിയാണ് എന്ന രീതിയിൽ. ഇങ്ങനെ ഈ സന്ദർഭത്തിൽ ആ ജില്ലയിലെ ജനങ്ങൾ ഒന്നടങ്കം ആശങ്കാകുലരായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ മനോഭാവത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വ്യാകുലതയുണ്ടോ? ഇതൊക്കെ നമുക്ക് ഈ കുടുംബപരമായിട്ടുള്ള സ്റ്റാറ്റസ് പോലെയാണ് MLA എന്നൊക്കെ പറഞ്ഞാൽ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഇടയിൽ പോയി നിന്ന് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഈ പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ളവ പടർന്നു പിടിക്കുമ്പോൾ മഴക്കാലമായതുകൊണ്ട് പലയിടങ്ങളിലും വലിയ ദുരിതങ്ങൾ ഉണ്ടായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ജനപ്രതിനിധികൾക്ക് ഒരു ജോലിയില്ല. കണ്ടില്ലേ, അവർക്കിപ്പോൾ എന്റർടൈൻമെന്റ് ആണ്. ഇതൊക്കെ കണ്ടിട്ട് കേരളത്തിലെ ജനം മനസ്സിലാക്കണം. ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ഈ തറവാട്ടിൽ പറഞ്ഞവരാകുമ്പോൾ സ്വാഭാവികമായിട്ടും വല്ല ഉണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടോളണം, അല്ലാതെ അങ്ങോട്ട് പോകാനൊന്നും എനിക്ക് സൗകര്യപ്പെടില്ല. ജയിക്കുന്നത് വരെ അവരുടെ ഇടയിൽ കാണും, അത് കഴിഞ്ഞാൽ എന്റേതായ വഴിക്ക് പോകും. അതല്ലേ ഈ കാണുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഇത്തരം ഒരു പരിപാടിക്കൊക്കെ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഇത് കാണുന്ന ജനങ്ങൾ എന്ത് കരുതും? നിപ്പ ഉൾപ്പെടെയുള്ള ആശങ്ക കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരിക്കുമ്പോൾ അവിടങ്ങളിലുള്ള ഒരു MLA ഇങ്ങനെ ഫുഡിയുടെ കാര്യവും പറഞ്ഞ് ഞാൻ നല്ല ഫുഡിയാണെന്നൊക്കെ ഡയലോഗ് അടിച്ച് നടക്കുമ്പോൾ ഇവർക്കൊക്കെ എന്തിലാണ് ശ്രദ്ധ? ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പാനിക് സിറ്റുവേഷനിൽ ഇങ്ങനെയാണോ ഒരു ജനപ്രതിനിധി പെരുമാറേണ്ടത് എന്ന് പോലും ചിന്തയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്നതാണ് എന്ത് തരം മനോഭാവങ്ങളെയാണ് ജനപ്രതിനിധികളായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. മതം മാത്രം പരിഗണിച്ച് വിജയിപ്പിച്ച് വിട്ടവർക്ക് ആ മതത്തോട് മാത്രമേ കൂറ് കാണൂ എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഈ സന്ദർഭത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന് വിളിക്കരുത് എന്ന് പോലും പറയാതെ മാതൃഭൂമി പോലൊരു ചാനലിൽ രാവിലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മെലിഞ്ഞു പോയി ഭക്ഷണം കഴിക്കൂല, ഞാൻ നല്ല ഫുഡിയാണെന്നൊക്കെ ഇരുന്ന് ആ ആശങ്കാകുലരായിരിക്കുന്ന ജനങ്ങളോട് പറയുമ്പോൾ അവരെന്താണ് ഇവരെ കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ജയിപ്പിച്ച ജനപ്രതിനിധികൾ ഈ സന്ദർഭത്തിൽ എവിടെ നോക്കുമ്പോൾ TV യിലൂടെ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. എന്തൊരു കഷ്ടമാണ് നോക്കണേ.